പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കേരള യൂണിവേഴ്സിറ്റി RSMSR ബികോം വിദ്യാർത്ഥികളുടെ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന പേപ്പറിൽ നിന്നുള്ള പ്രീവിയസ് യൂണിവേഴ്സിറ്റി ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും അവയുടെ അനുബന്ധ എക്സ്പ്ലനേഷനുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ഈ ഡിസ്കഷനിൽ 8 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ 1 മാർക്കിൻ്റെ ചോദ്യങ്ങളും 2 മാർക്കിൻ്റെ ചോദ്യങ്ങളും 4 മാർക്കിൻ്റെ ഷോർട്ട് എസ്സേയും 15 മാർക്കിൻ്റെ ലോങ് എസ്സേയും ഉൾപ്പെടുന്നു. ഇന്നത്തെ ഈ ഡിസ്കഷനിലുള്ള ചോദ്യങ്ങൾ 2023-2022 വർഷങ്ങളിൽ നടന്ന പൊതുപരീക്ഷ ചോദ്യങ്ങളുടെ സഹായത്തോടെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. വളരെ അധികം ഇമ്പോർട്ടൻസ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ഡിസ്കഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഗീവ് എ ബ്രീഫ് നോട്ട് അബൌട്ട് സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി. 4 മാർക്കിൻ്റെ ചോദ്യം. ഒരു ഷോർട്ട് എസ്സേ ആയി ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി. A stability strategy is a corporate strategy where a company concentrates on maintaining its current market position. ഒരു കമ്പനി അതിൻ്റെ കറണ്ട് മാർക്കറ്റ് പൊസിഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോർപ്പറേറ്റ് സ്ട്രാറ്റജിയാണ് സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി. A company that adopts such an approach focuses on existing product and market. ഒരു കമ്പനി അത്തരം അപ്രോച്ച് എടുക്കുന്ന അവസരത്തിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റിലും മാർക്കറ്റിലും കൂടുതലായി കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അതുവഴി കമ്പനിക്ക് കറണ്ട് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി നമ്മൾ 3 ആയി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. നോ ചേഞ്ച് സ്ട്രാറ്റജി, പ്രോഫിറ്റ് സ്ട്രാറ്റജി, പോസ് ഓർ പ്രൊസീഡ് വിത്ത് കോഷൻ സ്ട്രാറ്റജി. So a stability strategy is a corporate strategy where a company concentrates on its current position in the market. A company may adopt such an approach to focus on existing product and market. A few examples of this stability strategy is offering the same product to the same clients, not introducing new product, maintaining market share and more. പലപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് തന്നെ ഓഫർ ചെയ്ത് പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാതെ കറണ്ട് മാർക്കറ്റ് പൊസിഷൻ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു കോർപ്പറേറ്റ് സ്ട്രാറ്റജിയാണ് സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി. ഇത്തരം സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി പലപ്പോഴും കറണ്ട് മാർക്കറ്റ് പൊസിഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്തു പോകുന്ന ഒരു അപ്രോച്ചായി കണക്കാക്കാൻ കഴിയുന്നതാണ്. സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി നമ്മൾ 3 ആയി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. നോ ചേഞ്ച് സ്ട്രാറ്റജി, പ്രോഫിറ്റ് സ്ട്രാറ്റജി, പോസ് ഓർ പ്രൊസീഡ് വിത്ത് കോഷൻ സ്ട്രാറ്റജി. So stability strategy is classified into 3 types: no change strategy, profit strategy, pause or proceed with the caution strategy. പൊതുവെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പ്ലാൻ ഓർ ഡിസിഷൻ ടേക്കൺ ഇൻ ആൻ എഫർട്ട് ടു ഹെൽപ്പ് ആൻ ഓർഗനൈസേഷൻ ടു അച്ചീവ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്. ഒരു കമ്പനി അതിൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാൻ അല്ലെങ്കിൽ ഡിസിഷനെയാണ് പൊതുവെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. The word strategy is derived from the Greek word strategos. Strategos means generalship or art of general. Strategos എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് സ്ട്രാറ്റജി എന്ന വേർഡ് ഡെറൈവ് ചെയ്തത്. Strategos means generalship or art of general. A stability strategy is a corporate strategy where a company maintain its current position in the market. നമുക്ക് നോ ചേഞ്ച് സ്ട്രാറ്റജി എന്താണെന്ന് നോക്കാം. പേര് പോലെ തന്നെ പലപ്പോഴും കറണ്ട് പ്രോഡക്റ്റുകൾ തന്നെ ഓഫർ ചെയ്ത് യാതൊരു രീതിയിലുള്ള പുതിയ പ്രോഡക്റ്റുകളും ഓഫർ ചെയ്യാതെ കറണ്ട് മാർക്കറ്റ് പൊസിഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് നോ ചേഞ്ച് സ്ട്രാറ്റജി. A firm makes no considerable changes to its objective or operation. പലപ്പോഴും അതിൻ്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഓപ്പറേഷനിൽ ഫേം യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങൾ വരുത്താതെ ഒരു കോർപ്പറേറ്റ് സ്ട്രാറ്റജി എന്ന രൂപത്തിൽ അവലംബിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് നോ ചേഞ്ച് സ്ട്രാറ്റജി. ദ ഫേം എക്സാമിൻസ് ദ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഫേം ഇൻ ഇറ്റ്സ് കറണ്ട് ഓപ്പറേഷൻസ് ആൻഡ് മാർക്കറ്റ് എൻവയോൺമെന്റ്. The firm makes a conscious decision to maintain its current strategic objective. ഒരു ഫേം അതിൻ്റെ കറണ്ട്
പൊസിഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു കോർപ്പറേറ്റ് സ്ട്രാറ്റജിയാണ് നോ ചേഞ്ച് സ്ട്രാറ്റജി. ഈ പ്രോഫിറ്റ് സ്ട്രാറ്റജി എന്താണെന്ന് നോക്കാം. എ പ്രോഫിറ്റ് സ്ട്രാറ്റജി ഈസ് എ സ്ട്രാറ്റജി ഇൻ വിച്ച് ദ ഓൺലി ടാർഗറ്റ് ഈസ് ടു മെയിൻ പ്രോഫിറ്റബിലിറ്റി. പ്രോഫിറ്റബിലിറ്റി മാത്രം മെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരം ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് പ്രോഫിറ്റ് സ്ട്രാറ്റജി. ഇറ്റ് ഈസ് ഇംപ്ലിമെന്റഡ് ഫോർ എ ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ടൈം. പലപ്പോഴും പ്രോഫിറ്റ് സ്ട്രാറ്റജി പലപ്പോഴും ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ടൈമിലാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. വളരെ കുറച്ച് കാലത്തേക്ക് മാത്രമാണ് ഈ ഒരു പ്രോഫിറ്റ് സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യുന്നത്. ഇനി പ്രൊസീഡ് വിത്ത് കോഷൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ പോസ് സ്ട്രാറ്റജി എന്താണെന്ന് നോക്കാം. Pause strategy or proceed with the caution strategy involves temporarily halting or slowing down action or decision to evaluate potential risk, gather more information, consider alternate options before moving further. കറണ്ട് ഓപ്പറേഷനെ ഹോൾട്ട് ചെയ്യുന്നു, ടെമ്പററി ആയി സ്ലോ ഡൗൺ ചെയ്ത് പൊട്ടൻഷ്യൽ റിസ്കുകളെ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് പോസ് അല്ലെങ്കിൽ പ്രൊസീഡ് വിത്ത് കോഷൻ സ്ട്രാറ്റജി. ഇറ്റ് ഈസ് ഓഫൺ ഫോളോഡ് ബൈ ദ മാനുഫാക്ചറിംഗ് കമ്പനീസ് ഹു സ്റ്റഡി ദ മാർക്കറ്റ് കണ്ടീഷൻ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് മാർക്കറ്റ് കണ്ടീഷൻ പഠിക്കാൻ വേണ്ടി പലപ്പോഴും മാനുഫാക്ചറിംഗ് കമ്പനീസ് ആണ് പ്രൊസീഡ് വിത്ത് കോഷൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ പോസ് വിത്ത് കോഷൻ സ്ട്രാറ്റജി എന്ന സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓഫൺ ഫോളോഡ് ബൈ മാനുഫാക്ചറിംഗ് കമ്പനീസ് who study the market condition for launching new product in the market. മാർക്കറ്റിൽ ഒരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് മാർക്കറ്റിലെ കണ്ടീഷൻ ആരൊക്കെയാണ്, പൊട്ടൻഷ്യൽ കോമ്പറ്റീറ്റീവ്സ് ആരാണ്, അല്ലെങ്കിൽ കസ്റ്റമറിന്റെ പ്രിഫറൻസ് ഏത് രൂപത്തിലാണ്, അത്തരം കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി അവരുടെ ഓപ്പറേഷൻ ഹോൾട്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് പോസ് അല്ലെങ്കിൽ പ്രൊസീഡ് വിത്ത് കോഷൻ സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം, നെയിം 2 ടൈപ്സ് ഓഫ് ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജീസ്. 2 മാർക്കിന്റെ ചോദ്യം. വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു രണ്ടാമത്തെ മോഡ്യൂളിലുള്ള ഒരു ചോദ്യമാണ് ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജി. നമുക്ക് അതിൽ ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജി എന്താണെന്ന് നോക്കാം. ഡൈവേഴ്സിഫിക്കേഷൻ ഈസ് എ ബിസിനസ് ഗ്രോത്ത് സ്ട്രാറ്റജി ദാറ്റ് ഇൻവോൾവ്സ് ഇൻട്രൊഡ്യൂസിംഗ് ന്യൂ പ്രോഡക്റ്റ് ടു ന്യൂ മാർക്കറ്റ്. പലപ്പോഴും പുതിയ പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്തും അല്ലെങ്കിൽ പുതിയ പ്രോഡക്റ്റുകൾ മാർക്കറ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗ്രോത്ത് സ്ട്രാറ്റജിയാണ് ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജി. So, diversification is a growth strategy that involves introducing new product to the market. There are 3 types of diversification. Diversification നമുക്ക് 3 രൂപത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. There are 3 types of diversification. One is called concentric diversification. Second one horizontal diversification and third one conglomerate diversification. അതിൽ കോൺഗ്ലോമറേറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ കഴിഞ്ഞ പൊതുപരീക്ഷയ്ക്ക് 15 മാർക്കിന്റെ എസ്എ രൂപത്തിൽ ഒരു ടേം ഡിഫൈൻ ചെയ്യുന്ന രൂപത്തിൽ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് ആദ്യം കോൺസെൻട്രിക് ഡൈവേഴ്സിഫിക്കേഷൻ നോക്കാം. കോൺസെൻട്രിക് ഡൈവേഴ്സിഫിക്കേഷൻ ഇൻവോൾവ്സ് ബ്രിങ്ങിങ് ന്യൂ പ്രോഡക്ട്സ് വിച്ച് ആർ ക്ലോസ്ലി റിലേറ്റഡ് ടു എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്. എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റിനോട് സിമിലാരിറ്റി ഉള്ള പുതിയ പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്ന ഒരു ഗ്രോത്ത് സ്ട്രാറ്റജിയാണ് കോൺസെൻട്രിക് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. Horizontal diversification involves bringing a new product to the market that is complement of an existing product. ഒരു എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റിന് കോംപ്ലിമെന്റ് ആയി വരുന്ന രൂപത്തിൽ ഒരു പുതിയ പ്രോഡക്റ്റ് മാർക്കറ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജിയാണ് ഹൊറിസോണ്ടൽ ഡൈവേഴ്സിഫിക്കേഷൻ. ഇനി കോൺഗ്ലോമറേറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ടേം നോക്കാം. കോൺഗ്ലോമറേറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ ഇൻവോൾവ്സ് entering new market with product completely unrelated to existing one. എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റിനെക്കാട്ടിയും വ്യത്യസ്തമായ രൂപത്തിലുള്ള പുതിയ പ്രോഡക്റ്റ് പുതിയൊരു മാർക്കറ്റിലോട്ട് ലോഞ്ച് ചെയ്യുന്ന ഒരു ബിസിനസ് ഗ്രോത്ത് സ്ട്രാറ്റജിയാണ് കോൺഗ്ലോമറേറ്റ് സ്ട്രാറ്റജി. എക്സാമ്പിൾ, ഒരു വാഷിംഗ് മെഷീൻ കമ്പനി ഒരു ടൊമാറ്റോ പേസ്റ്റ് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നു. അപ്പോൾ വാഷിംഗ് മെഷീൻ കമ്പനി യാതൊരു ബന്ധവുമില്ലാത്ത പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് കോൺഗ്ലോമറേറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജി നമുക്ക് 3 ക്ലാസിഫൈ ചെയ്യാം. കോൺസെൻട്രിക് ഡൈവേഴ്സിഫിക്കേഷൻ, ഹൊറിസോണ്ടൽ ഡൈവേഴ്സിഫിക്കേഷൻ ആൻഡ് കോൺഗ്ലോമറേറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ. ഹൊറിസോണ്ടൽ ഡൈവേഴ്സിഫിക്കേഷൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, എ ക്ലോത്ത് മാനുഫാക്ചറിംഗ് കമ്പനി ലോഞ്ചിങ് എ ഫുട്വെയർ. ഒരു ക്ലോത്ത് മാനുഫാക്ചറിംഗ് കമ്പനി ഒരു പുതിയ ഫുട്വെയർ പോലെയുള്ള പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ മാനുഫാക്ചർ ഒരു ഡിറ്റർജന്റ് ലോഞ്ച് ചെയ്യുന്നു.
ഇതൊക്കെ കോംപ്ലിമെന്റ് പ്രോഡക്റ്റ് ആണ്. എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റിന് കോംപ്ലിമെന്റ് ആയി വരുന്ന പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നു. മൂന്നാമത്തെ ചോദ്യം, തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് മെട്രിക്സ്? വളരെ അപൂർവമായി ചോദിക്കുന്ന ഒരു ടേം ആണ് എൻവയോൺമെന്റ് ഇമ്പാക്ട് മെട്രിക്സ്. ആൻഡ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് മെട്രിക്സ് നമുക്ക് ആ രൂപത്തിൽ വിളിക്കാം, അല്ലെങ്കിൽ എൻവയോൺമെന്റ് ഇമ്പാക്ട് മെട്രിക്സ് എന്ന് വിളിക്കാം. ആൻഡ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് മെട്രിക്സ് ഈസ് എ ടൂൾ യൂസ്ഡ് ടു സിസ്റ്റമാറ്റിക്കലി അസസ് ആൻഡ് ഇവാലുവേറ്റ് ദ പൊട്ടൻഷ്യൽ എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഓഫ് എ പ്രോജക്റ്റ്, പ്രോസസ് ഓർ ആക്ടിവിറ്റി. ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ പ്രോസസ് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിന്റെ എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അസസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയ ടൂളാണ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് മെട്രിക്സ്. ഇറ്റ് പ്രൊവൈഡ്സ് എ സ്ട്രക്ചേർഡ് അപ്രോച്ച് ടു ഐഡന്റിഫൈ categories and prioritize various environmental aspects and their associated impacts. Environmental aspects അതിന്റെ ഇമ്പാക്ട്സിനെ കുറിച്ച് അസസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് മെട്രിക്സ്. ഈ നാലാമത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഡിഫറൻഷിയേറ്റ് ദ ടേം വിഷൻ ആൻഡ് മിഷൻ. 2 മാർക്കിന്റെ ചോദ്യം. പലപ്പോഴും ബിസിനസ് ഓർഗനൈസേഷന് ഈ 2 കാര്യങ്ങളുണ്ട്, വിഷനും ഉണ്ട് മിഷനും ഉണ്ട്. ഇനി എന്താണ് വിഷനും മിഷനും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം നോക്കാം. വിഷൻ ഈസ് എ ലോങ് ടേം ഓറിയന്റഡ്. ഒരു ലോങ് ടേം ഓറിയന്റഡ് ആയ ഒരു കാര്യമാണ് വിഷൻ എന്ന് പറയുന്നത്. വിഷൻ ഷോർട്ട് ടേം ആണ്, വിഷൻ ഫ്യൂച്ചർ ഓറിയന്റഡ് ആണ്, വിഷൻ പ്രസന്റ് ഓറിയന്റഡ് ആണ്. വിഷൻ points to what the organization wants to be in the future. Vision represents why the organization exists. Vision cannot be changed. Vision can be changed. Vision is followed by mission. Vision is followed by employees and policies. ഇതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. ഒരു ലോങ് ടേം ആയ ഒരു കാര്യമാണ് വിഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫ്യൂച്ചർ ഓറിയന്റഡ് ആണ്. അതുപോലെ തന്നെ ഇറ്റ് ഷോസ് വാട്ട് ദ ഓർഗനൈസേഷൻ വാണ്ട് ടു ബി ഇൻ ദ ഫ്യൂച്ചർ. വിഷൻ കനോട്ട് ബി, വിഷനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയുന്നില്ല. വിഷൻ എപ്പോഴും ഇറ്റ് ഈസ് ഫോളോഡ് ബൈ മിഷൻ. ഇനി മിഷൻ നോക്കിയാൽ ഷോർട്ട് ടേം ആണ്, പ്രസന്റ് ഓറിയന്റഡ് ആണ്. അതുപോലെ തന്നെ ഇറ്റ് റെപ്രസെന്റ്സ് വൈ ദ ഓർഗനൈസേഷൻ എക്സിസ്റ്റ്, എന്തിനു വേണ്ടി ഓർഗനൈസേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നു, അതാണ് മിഷൻ എന്ന് പറയുന്നത്. അതുപോലെ മിഷൻ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. മിഷൻ മേ ചേഞ്ച്. മിഷൻ ഈസ് ഫോളോഡ് ബൈ പോളിസീസ് ആൻഡ് എംപ്ലോയീസ്. എംപ്ലോയീസും പോളിസീസുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ടേമാണ് മിഷൻ എന്ന് പറയുന്നത്. When developing a mission statement you talk, പലപ്പോഴും നമ്മൾ ടോക്ക് ചെയ്താണ് മിഷൻ സ്റ്റേറ്റ്മെന്റ് ഡെവലപ്പ് ചെയ്യുന്നത്. എന്നാൽ തിങ്ക് ചെയ്താണ് പലപ്പോഴും വിഷൻ സ്റ്റേറ്റ്മെന്റ്. കാരണം വിഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഫ്യൂച്ചർ ഓറിയന്റഡ് ആയ ഒരു കാര്യമാണ്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ നോക്കിയാൽ അതിനൊരു വിഷനുണ്ട്, മിഷനുണ്ട്. ഇനി 5ാം ചോദ്യം, എക്സ്പ്ലെയിൻ ക്രൈറ്റീരിയ ഫോർ ഇവാലുവേറ്റിംഗ് സ്ട്രാറ്റജിക് ആൾട്ടർനേറ്റീവ്സ്. 4 മാർക്കിന്റെ ചോദ്യം. വളരെ ഇമ്പോർട്ടന്റ് ആയി വരുന്നൊരു ചോദ്യമാണ്. അവസാന മോഡ്യൂളിൽ ഉൾപ്പെടുന്ന ഒരു ചോദ്യമാണ്. സ്ട്രാറ്റജിക് ആൾട്ടർനേറ്റീവ്സ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ക്രൈറ്റീരിയ. നമുക്ക് ആദ്യം സ്ട്രാറ്റജിക് ആൾട്ടർനേറ്റീവ്സ് എന്താണെന്ന് നോക്കാം. സ്ട്രാറ്റജിക് ആൾട്ടർനേറ്റീവ്സ് ആർ ഡിഫറെന്റ് കോഴ്സസ് ഓഫ് ആക്ഷൻ ദാറ്റ് എ ബിസിനസ് ക്യാൻ പെർസ്യൂ ടു അച്ചീവ് ഇറ്റ്സ് ഗോൾ ആൻഡ് ഗെയിൻ എ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിൽ ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഗെയിൻ ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ. അത്തരം ആക്ഷനെയാണ് നമ്മൾ സ്ട്രാറ്റജിക് ആൾട്ടർനേറ്റീവ്സ് എന്ന് പറയുന്നത്. The 3 commonly used criteria for evaluating strategic alternatives are criteria of suitability, criteria of feasibility and criteria of acceptability. അങ്ങനെ 3 രൂപത്തിലാണ് നമ്മൾ ഒരു സ്ട്രാറ്റജിക് ആൾട്ടർനേറ്റീവിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. 3 ക്രൈറ്റീരിയ, 3 കണ്ടീഷൻ. ക്രൈറ്റീരിയ ഓഫ് സ്യൂട്ടബിലിറ്റി, ക്രൈറ്റീരിയ ഓഫ് ഫീസിബിലിറ്റി ആൻഡ് ക്രൈറ്റീരിയ ഓഫ് അക്സെപ്റ്റബിലിറ്റി. അങ്ങനെ 3 ക്രൈറ്റീരിയ ഉപയോഗിച്ചാണ് നമ്മൾ ഒരു സ്ട്രാറ്റജിക് ആൾട്ടർനേറ്റീവിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഒരു ബിസിനസ് അതിൻ്റെ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ലഭിക്കാൻ വേണ്ടി എടുക്കുന്ന ഡിഫറെന്റ് കോഴ്സ് ഓഫ് ആക്ഷൻ, വ്യത്യസ്തമായ കോഴ്സ് ഓഫ് ആക്ഷനുകളെയാണ് സ്ട്രാറ്റജിക് ആൾട്ടർനേറ്റീവ്സ് എന്ന് പറയുന്നത്. പലപ്പോഴും സ്ട്രാറ്റജിക് ആൾട്ടർനേറ്റീവ്സ് ഇവാലുവേറ്റ് ചെയ്യുന്ന 3 ക്രൈറ്റീരിയ ഉപയോഗിച്ചാണ്. ഒന്ന് ക്രൈറ്റീരിയ ഓഫ് സ്യൂട്ടബിലിറ്റി. Criteria suitability measures the extent to which proposed strategy fits the situation. സിറ്റുവേഷനിൽ എങ്ങനെ പ്രപ്പോസ്ഡ് സ്ട്രാറ്റജി ഫിറ്റ് ചെയ്യുന്നു, അത്തരം ഒരു ക്രൈറ്റീരിയ ആണ് ക്രൈറ്റീരിയ ഓഫ് സ്യൂട്ടബിലിറ്റി. എത്രമാത്രം സ്യൂട്ടബിൾ ആണ്.
So criteria of suitability measures the extent to which the proposed strategy fits the situation identified in the strategic analysis. സ്ട്രാറ്റജിക് അനാലിസിസിൽ ഐഡന്റിഫൈ ചെയ്യുന്ന സിറ്റുവേഷന് എത്രമാത്രം ഈ പ്രപ്പോസ്ഡ് സ്ട്രാറ്റജി ഫിറ്റ് ചെയ്യുന്നു, അനുയോജ്യമാണ് എന്ന് മെഷർ ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയയാണ് ക്രൈറ്റീരിയ ഓഫ് സ്യൂട്ടബിലിറ്റി. നേരത്തെ പറഞ്ഞ് 3 ക്രൈറ്റീരിയ ആണ് പലപ്പോഴും ഒരു സ്ട്രാറ്റജിക് ആൾട്ടർനേറ്റീവ്സ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഒന്ന് ക്രൈറ്റീരിയ ഓഫ് സ്യൂട്ടബിലിറ്റി. ഇറ്റ് മെഷേഴ്സ് ദ എക്സ്റ്റെന്റ് ടു വിച്ച് ദ പ്രപ്പോസ്ഡ് സ്ട്രാറ്റജി ഫിറ്റ്സ് ദ സിറ്റുവേഷൻ ഐഡന്റിഫൈഡ് ഇൻ ദ സ്ട്രാറ്റജിക് അനാലിസിസ്. സ്ട്രാറ്റജിക് അനാലിസിസ് എന്ന് പറയുന്ന പ്രക്രിയയിൽ ഐഡന്റിഫൈ ചെയ്യുന്ന സിറ്റുവേഷന് എത്രമാത്രം പ്രപ്പോസ്ഡ് സ്ട്രാറ്റജി അനുയോജ്യമാണ്, ഫിറ്റ് ചെയ്യുന്നു, ഈ ഒരു കാര്യം മെഷർ ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയയാണ് ക്രൈറ്റീരിയ ഓഫ് സ്യൂട്ടബിലിറ്റി. ഇനി രണ്ടാമത്തെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ക്രൈറ്റീരിയ ഓഫ് ഫീസിബിലിറ്റി ആണ്, ഫീസിബിലിറ്റി. ഇനി മൂന്നാമത്തെ ക്രൈറ്റീരിയ ആണ് ക്രൈറ്റീരിയ ഓഫ് അക്സെപ്റ്റബിലിറ്റി. നേരത്തെ പറഞ്ഞ സ്ട്രാറ്റജിക് ആൾട്ടർനേറ്റീവ്സ് പലപ്പോഴും വ്യത്യസ്തമായ കോഴ്സ് ഓഫ് ആക്ഷനുകൾ ഉപയോഗിച്ചാണ് പലപ്പോഴും അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ക്രൈറ്റീരിയ ആണ് ക്രൈറ്റീരിയ ഓഫ് ഫീസിബിലിറ്റി. The criteria of feasibility assess the practical implementation and working of strategy. സ്ട്രാറ്റജിയുടെ പ്രാക്ടിക്കലായ ഇംപ്ലിമെന്റേഷനും അതിന്റെ വർക്കിങ്ങും അസസ് ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയ ആണ് ക്രൈറ്റീരിയ ഓഫ് ഫീസിബിലിറ്റി. എത്രമാത്രം ഫീസിബിൾ ആണ്. സോ ക്രൈറ്റീരിയ ഓഫ് ഫീസിബിലിറ്റി അസസ് ദ പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് സ്ട്രാറ്റജി. ഇനി മൂന്നാമത്തെയാണ് ക്രൈറ്റീരിയ ഓഫ് അക്സെപ്റ്റബിലിറ്റി. So the criteria of acceptability assess the strategy to decide whether the consequence of processing with a strategy are acceptable. പലപ്പോഴും സ്ട്രാറ്റജിയുടെ പ്രോസസ്സിംഗ് കോൺസിക്വൻസ്, അതിന്റെ ഫലമായി ഉണ്ടാകുന്ന കാര്യങ്ങൾ അത് എത്രമാത്രം ഇമ്പാക്റ്റ് ചെലുത്തുന്നു എന്ന് മെഷർ ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയ ആണ് ക്രൈറ്റീരിയ ഓഫ് അക്സെപ്റ്റബിലിറ്റി. സോ ഇറ്റ് അസസ് ദ സ്ട്രാറ്റജി ടു ഡിസൈഡ് വെദർ the consequence of processing strategy are acceptable. സ്ട്രാറ്റജിയുടെ പ്രോസസ്സിംഗ് അക്സെപ്റ്റബിൾ ആണോ അല്ലയോ എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയ ആണ് ക്രൈറ്റീരിയ ഓഫ് അക്സെപ്റ്റബിലിറ്റി. ഇനി 6ാം ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു 15 മാർക്കിന്റെ എസ്സേ ആണ്. എക്സ്പ്ലെയിൻ BCG ഗ്രോത്ത് ഷെയർ മെട്രിക്സ് ആൻഡ് GE 9 സെൽ മെട്രിക്സ്. 2023 നടന്ന പൊതുപരീക്ഷയുടെ പ്രധാനപ്പെട്ട ഒരു എസ്സേ ചോദ്യമാണ്. നമുക്ക് ആദ്യം BCG ഗ്രോത്ത് ഷെയർ മെട്രിക്സ് എന്താണെന്ന് നോക്കാം. The BCG growth share matrix is also known as Boston Consulting Group matrix. BCG യുടെ അബ്രീവേഷൻ ആണ് ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പ് മെട്രിക്സ് എന്ന് വിളിക്കുന്നു, BCG ഗ്രോത്ത് ഷെയർ മെട്രിക്സ് എന്ന് വിളിക്കുന്നു. So it is a strategic management tool developed by Boston Consulting Group in 1970 to help organization to analyze the portfolio of business or product based on 2 key dimensions: market growth rate and the relative market share. ഒരു ടൂളാണ്. അപ്പോൾ പൊതുവെ സ്ട്രാറ്റജിക് മാനേജ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പ് 1970s ഡെവലപ്പ് ചെയ്ത ഒരു സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ടൂളാണ് BCG ഗ്രോത്ത് ഷെയർ മെട്രിക്സ് എന്ന് പറയുന്നത്. ദ മെട്രിക്സ് കാറ്റഗറൈസസ് ബിസിനസ് ഓർ പ്രോഡക്റ്റ് ഇൻടു 4 ക്വാഡ്രന്റ്സ്. 4 ക്വാഡ്രന്റ്സ് ആയിട്ടാണ് ഒരു ബിസിനസിനെ അല്ലെങ്കിൽ പ്രോഡക്റ്റിനെ BCG ഗ്രോത്ത് ഷെയർ മെട്രിക്സ് കാറ്റഗറൈസ് ചെയ്യുന്നത്. സ്റ്റാർ, ക്വസ്റ്റ്യൻ മാർക്ക്, ക്യാഷ് കൗസ് ആൻഡ് ഡോഗ്സ്. അങ്ങനെ 4 ക്വാഡ്രന്റ്സ് ആയിട്ടാണ് ഒരു ബിസിനസിനെ അല്ലെങ്കിൽ പ്രോഡക്റ്റിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വാഡ്രന്റ് എന്ന് പറയുന്നത് സ്റ്റാർ, 2 ക്വസ്റ്റ്യൻ മാർക്ക്, 3 ക്യാഷ് കൗ, 4 ഡോഗ്. അങ്ങനെ 4 ക്വാഡ്രന്റ്സ് ആയിട്ട് ഒരു പ്രോഡക്റ്റിനെ കാറ്റഗറൈസ് ചെയ്തു. അതുപോലെ തന്നെ ആ പ്രോഡക്റ്റിന്റെ പോർട്ട്ഫോളിയോ പോലെയുള്ള അല്ലെങ്കിൽ പ്രോഡക്റ്റ് ബേസ്ഡ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്തു. ഇതിൽ ഒന്നാമത്തെ ക്വാഡ്രന്റ് എന്ന് പറയുന്നത് സ്റ്റാർ ആണ്. സ്റ്റാർ റെപ്രസെന്റ്സ് എ ബിസിനസ് ഓർ പ്രോഡക്റ്റ് വിച്ച് ഹാസ് ഹൈ മാർക്കറ്റ് ഷെയർ. റാപ്പിഡ്ലി ഗ്രോയിങ് മാർക്കറ്റ്, ഹൈ മാർക്കറ്റ് ഷെയർ ഉള്ള പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ ബിസിനസിനെയാണ് സ്റ്റാർ എന്ന ക്വാഡ്രന്റ് സൂചിക്കുന്നത്. നേരത്തെ പറഞ്ഞ 4 ക്വാഡ്രന്റ് ആയിട്ടാണ് ഒരു പ്രോഡക്റ്റിനെ കാറ്റഗറൈസ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഇതിൽ സ്റ്റാർ റെപ്രസെന്റ് ചെയ്യുന്നത് സ്റ്റാർ റെപ്രസെന്റ്സ് എ പ്രോഡക്റ്റ് ഓർ ബിസിനസ് ഹാവിംഗ് ഹൈ മാർക്കറ്റ് ഷെയർ ഇൻ റാപ്പിഡ്ലി ഗ്രോയിങ് മാർക്കറ്റ്. 2 ക്വസ്റ്റ്യൻ മാർക്കാണ്. ക്വസ്റ്റ്യൻ മാർക്ക് ആർ ബിസിനസ് ഓർ പ്രോഡക്റ്റ് വിത്ത് ലോ മാർക്കറ്റ് ഷെയർ ഇൻ ഹൈ ഗ്രോത്ത് മാർക്കറ്റ്. സ്റ്റാർ ഹൈ ഗ്രോത്ത് മാർക്കറ്റിൽ കൂടുതൽ വാല്യൂ ഉള്ള പ്രോഡക്റ്റ് അല്ലെങ്കിൽ ബിസിനസ് ആണെന്ന് പറഞ്ഞു. ക്വസ്റ്റ്യൻ മാർക്ക് എന്നുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് ആർ പ്രോഡക്റ്റ് ഓർ ബിസിനസ് വിത്ത് ലോ മാർക്കറ്റ് ഷെയർ ഇൻ ഹൈ ഗ്രോത്ത് മാർക്കറ്റ്.
ഇനി ക്യാഷ് കോ എന്തോ നോക്കാം. ക്യാഷ് കോ ആർ ബിസിനസ് ഓർ പ്രോഡക്റ്റ് വിത്ത് ഹൈ മാർക്കറ്റ് ഷെയർ ഇൻ ലോ ഗ്രോത്ത് മാർക്കറ്റ്. അവിടെ ലോ ഗ്രോത്ത് ആയി. ഇനി ഡോഗ്സ് റെപ്രസെന്റ് ബിസിനസ് ഓർ പ്രോഡക്റ്റ് വിത്ത് ലോ മാർക്കറ്റ് ഷെയർ ഇൻ ലോ ഗ്രോത്ത് മാർക്കറ്റ്. അപ്പൊ 4 ക്വാഡ്രന്റ് മനസ്സിലാക്കുക. സ്റ്റാർ, ക്വസ്റ്റ്യൻ മാർക്ക്, ക്യാഷ് കോ, ഡോഗ്. The BCG matrix helps organization to make informed decision about resource allocation, investment prioritization, portfolio management by providing a visual representation of relative performance and strategic position of their business. ഒരു ബിസിനസ്സിന് പല കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് BCG മെട്രിക്സ്. It helps organization to make informed decisions about resource allocation. റിസോഴ്സ് അലോക്കേഷനെ കുറിച്ചുള്ള ഡിസിഷൻ മേക്കിംഗ് ഹെൽപ്പ് ചെയ്യുന്നു. ഇൻവെസ്റ്റ്മെന്റ് പ്രയോറിറ്റൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നു. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വിഷ്വൽ ടൂളാണ് BCG ഗ്രോത്ത് ഷെയർ മെട്രിക്സ്. അതിൽ ഒരു ബിസിനസ്സിനെ അല്ലെങ്കിൽ പ്രോഡക്റ്റിനെ 4 ക്വാഡ്രന്റ് ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. സ്റ്റാർ, ക്വസ്റ്റ്യൻ മാർക്ക്, ക്യാഷ് കോ, അതുപോലെ ഡോഗ്. സ്റ്റാർ റെപ്രസെന്റ് ഹൈ മാർക്കറ്റ് ഷെയർ പ്രോഡക്റ്റ് ഓർ ബിസിനസ്. Question mark represents product or business with low market share. Cash cow represents high market share product or business. Dog represents low market share product or business. അങ്ങനെ 4 ക്വാഡ്രന്റ്സ് ആയിട്ടാണ് ഒരു പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ പ്രോസസ്സിനെ, ഒരു ബിസിനസ്സിനെ BCG ഗ്രോത്ത് ഷെയർ മെട്രിക്സ് കാറ്റഗറൈസ് ചെയ്യും. So BCG ഗ്രോത്ത് ഷെയർ മെട്രിക്സ് is mainly used for resource allocation, portfolio management, investment priorities. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പലപ്പോഴും ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പ് മെട്രിക്സ് എന്ന BCG ഗ്രോത്ത് ഷെയർ മെട്രിക്സ് യൂസ് ചെയ്യുന്നു. So it is used to provide a visual representation of performance and strategic position of business or product. ഒരു ബിസിനസിന്റെ അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ സ്ട്രാറ്റജിക് പൊസിഷൻ വിഷ്വലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. റിലേറ്റീവ് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി നമ്മുടെ രണ്ടാമത്തെ ഒരു ടേം G9 സെൽ പ്ലാനിംഗ് ഗ്രിഡ് അല്ലെങ്കിൽ G9 സെൽ മെട്രിക്സ് എന്ന് പറഞ്ഞു 2 വ്യത്യസ്തമായ പേരുകളാണ് അറിയപ്പെടുന്നത്. G9 സെൽ പ്ലാനിംഗ് ഗ്രിഡ് അല്ലെങ്കിൽ G9 സെൽ മെട്രിക്സ്. The G9 സെൽ മെട്രിക്സ് is also known as G9 സെൽ പ്ലാനിംഗ് ഗ്രിഡ്. It is also known as GE McKinley matrix എന്ന് വിളിക്കുന്നു. It is similar to BCG matrix. It helps organization to assess and prioritize their business units or products based on key dimensions. ഒരു ബിസിനസ്സിനെ അതിന്റെ പ്രോഡക്റ്റുകളെ പ്രയോറിറ്റൈസ് ചെയ്യാനും അതുപോലെ തന്നെ അസസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് G9 സെൽ മെട്രിക്സ് എന്ന് പറയുന്നത്. പലപ്പോഴും ഇറ്റ് കാറ്റഗറൈസസ് ബിസിനസ് യൂണിറ്റ് ഇൻടു 9 സെൽസ്. 9 സെല്ലുകളായിട്ടാണ് ബിസിനസ് യൂണിറ്റിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഈച്ച് സെൽ റെപ്രസെന്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ദീസ് ഡയമെൻഷൻസ്. നേരത്തെ കണ്ട പോലെ തന്നെ ബിസിനസ് പലപ്പോഴും അതിന്റെ ഓർഗനൈസേഷന്റെ രൂപത്തിൽ പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണ്ടി അതുപോലെ തന്നെ ഓർഗനൈസേഷന് അതിന്റെ പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ യൂണിറ്റുകളുടെ ഒരു പെർഫോമൻസ് അസസ് ചെയ്യാൻ വേണ്ടി പലപ്പോഴും G9 സെൽ മെട്രിക്സ് ഹെൽപ്പ് ചെയ്യുന്നു. സോ G9 സെൽ മെട്രിക്സ് ഹെൽപ്സ് ഓർഗനൈസേഷൻ ടു അസസ് ആൻഡ് പ്രയോറിറ്റൈസ് ദെയർ ബിസിനസ് യൂണിറ്റ്സ് ഓർ പ്രോഡക്ട്സ്. 2 ഡയമെൻഷൻ ആണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ഇൻഡസ്ട്രിയൽ അട്രാക്റ്റീവ്നെസ് ആൻഡ് ബിസിനസ് യൂണിറ്റ് സ്ട്രെങ്ത്. ഈ 2 കീ ഡയമെൻഷൻ ഉപയോഗിച്ചാണ് ഒരു ഓർഗനൈസേഷനെ അതിന്റെ ബിസിനസ്സിനെ അല്ലെങ്കിൽ ബിസിനസ് യൂണിറ്റിനെ അല്ലെങ്കിൽ പ്രോഡക്റ്റിനെ പ്രയോറിറ്റൈസ് ചെയ്യാനും അസസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. ഇനി 7ാം ചോദ്യം, ലിസ്റ്റ് ഔട്ട് ദ ഇഷ്യൂസ് അസോസിയേറ്റഡ് വിത്ത് സ്ട്രാറ്റജി ഇംപ്ലിമെന്റേഷൻ. 4 മാർക്കിന്റെ ചോദ്യം. സ്ട്രാറ്റജി ഇംപ്ലിമെന്റേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒന്നാമത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ടു ചേഞ്ച് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ആണ്. പലപ്പോഴും സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ വ്യത്യസ്തമായ ഇഷ്യൂസ് ഉണ്ടാകും. അതിൽ പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് റെസിസ്റ്റൻസ് ടു ചേഞ്ച്. വൺ ഓഫ് ദ മോസ്റ്റ് ചലഞ്ചിങ് issues when implementing a new strategy is resistance to change from various stakeholders. വ്യത്യസ്തമായ വ്യക്തികൾ സ്റ്റേക്ക് പലപ്പോഴും ഇത്തരം സ്ട്രാറ്റജി ഇംപ്ലിമെന്റേഷനെ റെസിസ്റ്റ് ചെയ്യും. They may have different opinion. പലപ്പോഴും വ്യത്യസ്തമായ ഒപ്പീനിയൻസ് ഉണ്ടാവാം, പ്രിഫറൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഫിയർ അബൌട്ട് ന്യൂ സ്ട്രാറ്റജി, എങ്ങനെ ഇത്തരം സ്ട്രാറ്റജി അവരെ അഫക്ട് ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങളെയാണ് നമ്മൾ റെസിസ്റ്റൻസ് ടു ചേഞ്ച് എന്ന് പറയുന്നത്.
So there are number of issues associated with the strategy implementation. The സ്ട്രാറ്റജിയെ ഒരു ഇംപ്ലിമെന്റ് ചെയ്യുന്നു, അതിനെ ആക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യും. ആ ഒരു പ്രക്രിയയാണ് ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത്. സോ ദർ മേ ബി ഡിഫറെന്റ് ഇഷ്യൂസ് അസോസിയേറ്റഡ് വിത്ത് ഇംപ്ലിമെന്റേഷൻ. റെസിസ്റ്റൻസ് ടു ചേഞ്ച് ആണ് ഫസ്റ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് റിസോഴ്സസ്. അനദർ കോമൺ ചലഞ്ച് ഇൻ ഇംപ്ലിമെന്റിംഗ് എ ന്യൂ സ്ട്രാറ്റജി ഈസ് ലാക്ക് ഓഫ് റിസോഴ്സസ്. ടൈം, മണി, സ്റ്റാഫ്, എക്യുപ്മെന്റ് പോലെയുള്ള വ്യത്യസ്തമായ റിസോഴ്സുകളുടെ ഒരു അപര്യാപ്തത പലപ്പോഴും പുതിയ സ്ട്രാറ്റജി ഇംപ്ലിമെന്റേഷനെ വളരെ ഒരു ചലഞ്ച് ക്രിയേറ്റ് ചെയ്യും. അതിനെയാണ് ലാക്ക് ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെയാണ് ഇൻഅഡിക്വേറ്റ് സ്കിൽ. The third most challenging problem is when implementing a new strategy is inadequate skill, such as knowledge, expertise or competence among people who are responsible for affected by changes. ചേഞ്ചുകൾ അഫക്റ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് പലപ്പോഴും കോമ്പീറ്റൻസ് ഉണ്ടാവത്തില്ല, അവർക്ക് പുതിയ സ്കിൽ ഉണ്ടാവത്തില്ല, നോളജ് കാണത്തില്ല, എക്സ്പെർട്ടൈസ് കാണത്തില്ല. അത്തരം പ്രശ്നങ്ങളെയാണ് നമ്മൾ ഇനാഡിക്വേറ്റ് സ്കിൽ എന്ന് പറയുന്നത്. They may lack the necessary skill to understand, adopt or implement new strategy. പലപ്പോഴും പുതിയ സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് പലപ്പോഴും നോളജ് കാണത്തില്ല, എക്സ്പെർട്ടൈസ് കാണത്തില്ല, കോമ്പീറ്റൻസ് കാണത്തില്ല. അത്തരം പ്രോബ്ലത്തെയാണ് ഇനാഡിക്വേറ്റ് സ്കിൽ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റിംഗ് പ്രയോറിറ്റീസ് ആണ്. കോൺഫ്ലിക്റ്റിംഗ് പ്രയോറിറ്റീസ് എന്ന് പറയുന്നത് പലപ്പോഴും പ്രയോറിറ്റീസിന്റെ ഒരു പ്രാധാന്യം പലപ്പോഴും പുതിയ ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ പലപ്പോഴും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. So you may face many difficulties to balance or reconcile the interest and need of various parties or situations. So the fourth most challenges when implementing a new strategy is conflicting priorities. പലപ്പോഴും പ്രയോറിറ്റീസ് കോൺഫ്ലിക്റ്റ് ചെയ്യാറുണ്ട്. ഏതിന് പ്രാധാന്യം കൊടുക്കണം, അതാണ് പ്രയോറിറ്റി എന്ന് പ്രാധാന്യം എന്നാണ് പ്രയോറിറ്റിയെ വിളിക്കുന്നത്. കോൺട്രഡിക്ടറി ഗോൾസ് അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ ഡിമാൻഡ് ഫ്രം ഡിഫറെന്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് പോലെയുള്ള പ്രയോറിറ്റീസിന് പലപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് സൃഷ്ടിക്കാറുണ്ട്. യു മേ ഫേസ് ഡിലമ. പലപ്പോഴും നമുക്കൊരു ഡിലമ ഫേസ് ചെയ്യാറുണ്ട്, നമുക്കൊരു കൺഫ്യൂഷൻ ഫേസ് ചെയ്യാറുണ്ട്. ഓർ ട്രേഡ് ഓഫ് ദാറ്റ് റിക്വയർസ് യു ടു ബാലൻസ് ഓർ റീകൺസൈൽ ദ ഇൻട്രസ്റ്റ് ആൻഡ് നീഡ് ഓഫ് വേരിയസ് പാർട്ടീസ് ഓർ സിറ്റുവേഷൻ. ഇൻട്രസ്റ്റും നീഡുകളും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാറുണ്ട്. അതിനാണ് നമ്മൾ കോൺഫ്ലിക്റ്റിംഗ് പ്രയോറിറ്റീസ് എന്ന് വിളിക്കുന്നത്. പലപ്പോഴും ഈ ഒരു പുതിയ സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ വ്യത്യസ്തമായ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. നേരത്തെ പറഞ്ഞു, പലപ്പോഴും ഈ പറഞ്ഞ പീപ്പിളിന് അല്ലെങ്കിൽ വർക്കേഴ്സിന് അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകൾക്ക് പലപ്പോഴും നോളജ് ഉണ്ടാവണമെന്നില്ല, എക്സ്പെർട്ടൈസ് കാണണമെന്നില്ല, അവർക്ക് കോമ്പീറ്റൻസ് കാണണമെന്നില്ല. അതുപോലെ തന്നെ വ്യത്യസ്തമായ റിസോഴ്സുകൾ കാണണമെന്നില്ല. പുതിയ ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ പലപ്പോഴും പുതിയ റിസോഴ്സുകൾ ആവശ്യമാണ്. അത്തരം കാര്യങ്ങൾ പലപ്പോഴും ഇംപ്ലിമെന്റേഷന് വളരെ ഒരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കാറുണ്ട്. ഇംപ്ലിമെന്റേഷൻ മീൻസ് കൺവേർട്ടിംഗ് എ സ്ട്രാറ്റജി ഇൻ ടു ആക്ഷൻ. ഒരു സ്ട്രാറ്റജിയെ നമ്മൾ ആക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ഇംപ്ലിമെന്റേഷൻ ഉദ്ദേശിക്കുന്നത്. ഇനി എട്ടാം ചോദ്യം, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ ടേം സിനർജി ആൻഡ് ഇറ്റ്സ് ടൈപ്പ്? വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണ് സിനർജി. അതിന്റെ ടൈപ്പുകൾ. നമുക്ക് ആദ്യം സിനർജി എന്താണെന്ന് നോക്കാം. ദ ടേം സിനർജി ഈസ് ഡെറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് സിറഗോസ്. സിറഗോസ് എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് സിനർജി എന്ന ടേം ഡിറൈവ് ചെയ്തത്. So which means working together. So the term synergy is derived from the Greek word synergos, which means working together. Synergy means the ability of two or more units to generate a greater value by working together than working individually. ഇൻഡിവിജ്വലായി വർക്ക് ചെയ്യുന്നതിനെക്കാട്ടി ഒരുമിച്ച് വർക്ക് ചെയ്ത് കൂടുതൽ വാല്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു എബിലിറ്റിയാണ് സിനർജി എന്ന് പറയുന്നത്. സിനർജി ഈസ് ദ ഐഡിയ ഓഫ് പുട്ടിംഗ് ടു ഓർ മോർ എലമെന്റ്സ് ടുഗദർ ടു അച്ചീവ് മോർ വാല്യൂ. കൂടുതൽ വാല്യൂ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒന്നിൽ കൂടുതൽ യൂണിറ്റുകൾ കമ്പൈൻ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ സിനർജി എന്ന് പറയുന്നത്. സിനർജി നമുക്ക് രണ്ടായ ക്ലാസ്സിഫൈ. ദർ ആർ ടു ടൈപ്സ് ഓഫ് സിനർജി, പോസിറ്റീവ് സിനർജി ആൻഡ് നെഗറ്റീവ് സിനർജി. പോസിറ്റീവ് സിനർജിയെ തന്നെ നമ്മൾ 2+2=5 എഫക്റ്റ് എന്നും, നെഗറ്റീവ് സിനർജിയെ ഡിസർജി എന്ന് വിളിക്കുന്നു. DYSERGY അല്ലെങ്കിൽ DISERGY എന്നും എഴുതാം. So there are two types of synergy, positive synergy and negative synergy. Positive synergy occurs when the combined action produces greater result. Combined action കൂടുതൽ വാല്യൂ ജനറേറ്റ് ചെയ്താൽ അതിനെ പോസിറ്റീവ് സിനർജി എന്നും, പലപ്പോഴും കമ്പൈൻഡ് ആക്ഷൻ വളരെ ലോ വാല്യൂ ജനറേറ്റ് ചെയ്താൽ അതിനെ നമ്മൾ നെഗറ്റീവ് സിനർജി എന്നും വിളിക്കും.
Positive synergy occurs when two action performed jointly produces greater result or value. It is also known as 2 plus 2 is equal to 5 effect. Negative synergy is also called a dysergy. It occurs when two actions performed jointly produces a low result. രണ്ട് ആക്ഷനുകൾ ജോയിന്റ് ആയി പെർഫോം ചെയ്യുമ്പോൾ ലോ റിസൾട്ട് ജനറേറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ലോ വാല്യൂ ജനറേറ്റ് ചെയ്താൽ അത്തരം സിനർജിയാണ് നെഗറ്റീവ് സിനർജി എന്ന് വിളിക്കുന്നു. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് 2 plus 2 is equal to 3 എഫക്ട്. അങ്ങനെ പോസിറ്റീവ് സിനർജി ആകുമ്പോൾ 2 plus 2 is equal to 5 എഫക്ട് എന്ന് വിളിക്കുന്നു. നെഗറ്റീവ് സിനർജി ആകുമ്പോൾ അതിനെ 2 plus 2 is equal to 3 എഫക്ട് എന്ന് വിളിക്കുന്നു. സിനർജി മീൻസ് എബിലിറ്റി ഓഫ് 2 or more units to work together to generate more value. ഒന്നിൽ കൂടുതൽ യൂണിറ്റുകൾ കമ്പൈൻ ചെയ്ത് വർക്ക് ചെയ്ത് കൂടുതൽ വാല്യൂ ജനറേറ്റ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് സിനർജി എന്ന് വിളിക്കുന്നത്. ദ വേർഡ് സിനർജി ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് സിറഗോസ് വിച്ച് മീൻസ് വർക്കിംഗ് ടുഗദർ. വർക്കിംഗ് ടുഗദർ എന്ന മീനിങ് ഉള്ള സിറഗോസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് സിനർജി എന്ന ടേം ഡിറൈവ് ചെയ്തിരിക്കുന്നത്.